കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്ഥാപിക്കുന്നതിനായി എത്തിച്ച അത്യാധുനിക ഇൻസ്ട്രുമെന്റൽ ലാൻഡിംഗ് സിസ്റ്റം കൊൽക്കത്ത വിമാനത്താവളത്തിലേക്ക് മാറ്റാൻ നീക്കം. 3 കോടിയിലേറെ രൂപ വില വരുന്ന വിദേശ നിർമ്മിത ILS കഴിഞ്ഞ മാസമാണ് കരിപ്പൂരിലെത്തിച്ചത്. അത്യാധുനിക സംവിധാനം കൊൽക്കത്തയിലേക്ക് മാറ്റിയാൽ പകരം സംവിധാനം കരിപ്പൂരിലെത്താനുണ്ടാകുന്ന കാലതാമസം വിമാനങ്ങളുടെ ലാൻഡിംഗിനെ വളരെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്ക ശക്തമാണ്. റൺവേ സുരക്ഷാ പ്രതലത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ മാർച്ചിൽ 80% പൂർത്തിയാകുന്നതോടെ പുതിയ ILS സ്ഥാപിക്കാനായിരുന്നു അധികൃതർ പദ്ധതിയിട്ടിരുന്നത്. 2020 ഓഗസ്റ്റ് 7-നുണ്ടായ വിമാനാപകടത്തിൽ റൺവേ 10-ലെ ILS-ന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. അത് അറ്റകുറ്റപ്പണി നടത്തിയാണ് നിലവിൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിന്റെ കാലാവധി കഴിഞ്ഞ വർഷം അവസാനിച്ചിരുന്നു. സാങ്കേതിക പരിശോധനകളിലൂടെ കാലാവധി നീട്ടിയാണ് ഇപ്പോൾ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. ഈ സാഹചര്യത്തിലാണ് ഡിസംബറിൽ എത്തിച്ച പുതിയ സംവിധാനം വിമാനത്താവളത്തിന് അനിവാര്യമായിരിക്കുന്നത്. മഴയോ മഞ്ഞോ ഉള്ള പ്രതികൂല കാലാവസ്ഥയിൽ വിമാനങ്ങൾ സുരക്ഷിതമായി ഇറക്കാൻ വൈമാനികരെ സഹായിക്കുന്ന സുപ്രധാന സംവിധാനമാണ് ILS. ഇത് സ്ഥാപിക്കുന്നതിനായി ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിദഗ്ധ സംഘം എത്തേണ്ടതുണ്ട്. 3 മാസത്തോളം നീളുന്ന കാലിബ്രേഷൻ പ്രക്രിയകൾ പൂർത്തിയായാൽ മാത്രമേ ILS പ്രവർത്തന സജ്ജമാകൂ. കരിപ്പൂരിലെ ലാൻഡിംഗ് സംവിധാനം കൊൽക്കത്തയിലേക്ക് കൊണ്ടുപോയാൽ വിമാനത്താവളത്തിന്റെ വികസനത്തെയും സുരക്ഷയെയും അത് പിന്നോട്ടടിക്കുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ ചാനൽ കരിപ്പൂർ. പാലൂർ തൈപ്പൂയ രഥോത്സവം 2026 ജനുവരി 26 മുതൽ ഫെബ്രുവരി 1 കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. ഉത്സവ ആഘോഷ പരിപാടികളിലേക്ക് ഏവരെയും സഹൃദയം സ്വാഗതം ചെയ്യുന്നു. പാലൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺസ്, പുലാമന്തോൾ.